ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ടനം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി, നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായിക അവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ശ്രീരാമസായകമേറ്റ് മരിക്കാറായ ബാലി, മരണാസന്നനായി ബാലി ചോദിക്കുകയാണ്, എന്താണ് ഞാൻ നിന്നോട് പിഴച്ചത്? നാം തമ്മിൽ ഒരു ശത്രുതയില്ലായിരുന്നു. ഏതോ ഒരു രാക്ഷസൻ നിന്റെ പത്നിയെ കട്ടുകൊണ്ടുപോയതിന് എന്നെയാണോ വധിക്കേണ്ടത്? അങ്ങ് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ രാവണനെ നിഗ്രഹിച്ച് അങ്ങയുടെ പത്നിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേനെ. ഈ ലങ്കാപുരം മുഴുവൻ, ഈ ലോകം മുഴുവൻ എൻ്റെ ബാഹുബലം കൊണ്ട് ഇല്ലാതാക്കി സീതയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വച്ചേനെ. നിന്റെ തൃപ്പാദത്തിൽ ഞാൻ വെച്ചേനെ. ലോകം മുഴുവൻ പറയുന്നത് നീ വലിയ ധർമ്മിഷ്ഠനാണെന്നാണ്. എന്നിട്ട് ഈ പാവപ്പെട്ട കവിയെ, ഈ പാവപ്പെട്ട ഈ വാനരനെ, എന്നെ എന്തിനാണ് നീ വധിക്കാൻ മുതിർന്നത്? അതിനുത്തരമായി ശ്രീരാമൻ പറയുന്നതാണ്, ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ഭരണാധിപതികളുടെ ധർമ്മം. അധർമ്മം എവിടെയുണ്ടോ അതിനെ നീക്കി ലോകപാലന്മാർ നടക്കുന്ന എല്ലായിടവും ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട്, ലോകപാലന്മാർ രാജാക്കന്മാർ നടക്കുന്നത് ഈ ലോകത്തിന് വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടാണ്. ധർമ്മ വിപരീതമായ കാര്യങ്ങളെ ഇല്ലാതാക്കുവാനാണ്, ധർമ്മം വരുത്തുവാൻ വേണ്ടിയാണ്. മറ്റൊന്നുകൂടി നീ അറിയുക, പുത്രി, ഭഗിനി സഹോദരി, സഹോദര ഭാര്യ, പുത്രകളത്രവും മകൻ്റെ ഭാര്യ, ഇവരെല്ലാം സ്വന്തം മാതാവിന് തുല്യരാണ്. സ്വന്തം മാതാവിന് തുല്യരായ വ്യക്തികളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലും മഹാപാപമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ സ്ത്രീയായാലും പുരുഷനായാലും മഹാപാപികളാണ്. നീ ചെയ്ത പാപം അതാണ്. ആ പാപത്തിൻ്റെ ശിക്ഷയാണ് നിനക്ക് ലഭിച്ചത്. സുഗ്രീവനെ ഓടിച്ചു കളഞ്ഞിട്ട് സുഗ്രീവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വെച്ചുകൊണ്ടിരുന്നു. ഏറ്റവും പാപകരമായ ഒരു കാര്യമാണത്. അതിനാണ് നിനക്ക് മരണം വിധിക്കപ്പെട്ടത് എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഈ കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീരാമൻ അരുളി ചെയ്ത ഈ കാര്യം. പുത്രി, ഭഗിനി, സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവിന് തുല്യമാണ്.